അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് നഈം വിഷൻ കുടുംബങ്ങളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. നമ്മൾ പരിശുദ്ധമായ ഖുർആനിലെ ഓരോ സൂറത്തുകളും ആ സൂറത്തുകളിലെ ആയത്തുകളുടെയും ഒക്കെ പ്രത്യേകതകളും നമുക്ക് ചില കാര്യങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളുമൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം കേൾക്കുന്ന ഇൽമ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ കടങ്ങൾ വീടാനും നമുക്ക് മനസ്സമാധാനം കിട്ടാനും, മനസ്സമാധാനമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. ഒരുപാട് സഹോദരിമാരാണ് കൂടുതൽ, അതുപോലെ സഹോദരന്മാരുമുണ്ട്. സഹോദരന്മാരും മനപ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ മനസ്സമാധാനം കിട്ടാൻ, എല്ലാ പ്രയാസങ്ങളും മാറാനും, കടങ്ങൾ വീടാനും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത്. എല്ലാവരും പൂർണ്ണമായും കേൾക്കണം, പഠിക്കണം, ആവശ്യമുള്ളവർ ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നും ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുംതഹിന, സൂറത്തുൽ മുംതഹിന 60-ാമത്തെ സൂറത്താണ്. 60-ാമത്തെ സൂറത്താണ് സൂറത്തുൽ മുംതഹിന. രണ്ട് ലോകത്തും ശ്രേഷ്ഠതയ്ക്ക് ഉത്തമമായ സൂറത്താണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും നമുക്ക് വലിയ ഉപകാരമുണ്ടാകുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുംതഹിന എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അത് ധാരാളമായി പാരായണം ചെയ്യണം, കഴിയുന്നത്ര പാരായണം ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത സൂറത്താണ് സൂറത്തു സഫ്. സൂറത്തുൽ മുംതഹിന കഴിഞ്ഞാൽ പിന്നെ 61-ാമത്തെ സൂറത്ത് സൂറത്തു സഫാണ്. ഇതിലെ ഈ സൂറത്തു സഫിലെ 8-ാമത്തെ ആയത്ത് മുതൽ 13-ാമത്തെ ആയത്ത് വരെ എല്ലാ ദിവസവും നമ്മൾ ഓതി വന്നാൽ നമുക്ക് നമ്മുടെ ബിസിനസ് മേഖലയാണെങ്കിലും, നമ്മൾ പ്രവർത്തിക്കുന്ന ജോലിയുടെ മേഖലയാണെങ്കിലും, നമ്മുടെ കുടുംബത്തിലാണെങ്കിലും, നാട്ടിലാണെങ്കിലും, കുടുംബത്തിലാണെങ്കിലും ഒക്കെ മതിപ്പുണ്ടാകും. ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പുണ്ടാകും, ഒരു വിലയുണ്ടാകും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. എന്താ ചെയ്യേണ്ടത്? സൂറത്തു സഫിലെ 8-ാമത്തെ ആയത്ത് മുതൽ 13-ാമത്തെ ആയത്ത് വരെ എല്ലാ ദിവസവും ഓതണം. എന്നാൽ ഈ പറഞ്ഞ കാര്യം കിട്ടും. നോക്കൂ, സൂറത്തുൽ ജുമുഅ, അടുത്ത സൂറത്ത് സൂറത്തുൽ ജുമുഅയാണ്. 62-ാമത്തെ സൂറത്ത് സൂറത്തുൽ ജുമുഅയാണ്. സൂറത്തുൽ ജുമുഅയിലെ 4-ാമത്തെ ആയത്ത് വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിന് ശേഷം എഴുതിയിട്ട് നമ്മുടെ പേഴ്സിൽ സൂക്ഷിച്ചാൽ, നമ്മൾ ശരീരത്തിൽ ചുമന്നാൽ, പേഴ്സിലോ അല്ലെങ്കിൽ കൂടിനകത്താക്കി കെട്ടിയാലും മതി, നമ്മൾ ശരീരത്തിൽ ചുമന്നു കഴിഞ്ഞാൽ നമുക്ക് ബറക്കത്തുണ്ടാകും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല ബറക്കത്തുണ്ടാകാൻ, കുടുംബത്തിൽ ബറക്കത്തുണ്ടാകാൻ, ജോലിയിൽ ബറക്കത്തുണ്ടാകാനൊക്കെ എന്ത് ചെയ്യണം? സൂറത്തുൽ ജുമുഅയിലെ 4-ാമത്തെ ആയത്ത് അത് എഴുതേണ്ടത് എപ്പോഴാണ്? ഒരു പേപ്പറിൽ എഴുതേണ്ടത് വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിന് ശേഷമാണ് എഴുതേണ്ടത്. വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിന് ശേഷം എഴുതിയിട്ട് നമ്മളത് ശരീരത്തിൽ ചുമന്നാൽ ബറക്കത്തുണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇത് നോക്കൂ, ശൈത്വാനിൽ നിന്ന് രക്ഷയ്ക്ക് ഈ പരിശുദ്ധമായ സൂറത്തുൽ ജുമുഅ ഇതിനെ പതിവായിട്ട് ഓതിയാൽ, എല്ലാ ദിവസവും ഓതിയാൽ ശൈത്വാനിൽ നിന്നും നമുക്ക് കാവലുണ്ടാകും, പിശാചിൻ്റെ ശല്യം ഉണ്ടാവുകയില്ല, പിശാചിൽ നിന്ന് കാവലുണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അതുപോലെ സൂറത്തുൽ മുനാഫിഖൂൻ, സൂറത്തുൽ ജുമുഅ കഴിഞ്ഞാൽ പിന്നെ 63-ാമത്തെ സൂറത്ത് സൂറത്തുൽ മുനാഫിഖൂൻ. ഈ സൂറത്തിനെ കണ്ണ് രോഗങ്ങൾക്ക് പ്രയോജനപ്പെടുത്താമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഈ സൂറത്ത് കണ്ണിന് അസുഖം ബാധിച്ചവർക്ക് ഈ സൂറത്ത് ഓതി മന്ത്രിച്ചു കൊടുക്കുക. കണ്ണ് രോഗം ബാധിച്ചവർ ഈ സൂറത്ത് ഓതി ദുആരക്കുക. അല്പം വെള്ളത്തിലേക്ക് മന്ത്രിച്ചു ഓതിയിട്ട് ആ വെള്ളം കൊണ്ട് മുഖം കഴുകുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ അസുഖം മാറുന്നതാണ്. സൂറത്തുൽ മുനാഫിഖൂന കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്ത് ഏതാ? സൂറത്തു തഗാബുൻ, 64-ാമത്തെ സൂറത്ത് തഗാബുൻ. ഈ സൂറത്ത് തഗാബുൻ, ഈ സൂറത്തിനെ അധികമായി ഓതിയാൽ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടാകുന്ന ഷർറില്ലാതാകും. ആ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഷർറുണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഷർറില്ലാതാകാൻ എന്ത് ചെയ്താൽ മതി? സൂറത്തു തഗാബുൻ ധാരാളമായി ഓതി ദുആയിരുന്നാൽ മതി എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യണം. അടുത്ത സൂറത്തു ത്വലാഖ്, 65-ാമത്തെ സൂറത്തു ത്വലാഖാണ്. നമുക്ക് മനസ്സമാധാനം കിട്ടാൻ, സഹോദരിമാരായാലും സഹോദരന്മാരായാലും
മനസ്സമാധാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? മനസ്സമാധാനമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടോ? സൂറത്തു ത്വലാഖ് ഓതി ദുആരക്കുക. പ്രത്യേകിച്ച് സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ ആയത്ത്, സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ ആയത്ത് ധാരാളമായി ഓതിയിട്ടും ദുആരക്കുക, മനസ്സമാധാനം കിട്ടും. സൂറത്തു ത്വലാഖ് മൊത്തത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വല്ലപ്പോൾ ഇടയ്ക്കൊക്കെ ഓതുക. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഓതുക, അല്ലെങ്കിൽ മനപ്രയാസം ഉള്ളപ്പോൾ ഓതുക. ഇനി നല്ല മനപ്രയാസത്തിലിരിക്കുമ്പോൾ ചിലപ്പോൾ സൂറത്ത് ഒന്നായിട്ടിരുന്ന് ഓതാൻ ചിലപ്പോൾ ഒരു മനസ്സിന് ബുദ്ധിമുട്ടാകുമ്പോൾ പറ്റിക്കോണമെന്നില്ല. അപ്പം എന്ത് ചെയ്യണം? സൂറത്ത് ത്വലാഖിലെ 3-ാമത്തെ ആയത്ത് ധാരാളമായി ഓതുക. അവിടെ ഇരുന്ന് ധാരാളം ഓതുമ്പോൾ തന്നെ നമ്മൾ കാണാതെ പഠിക്കും. അങ്ങനെ ആ സൂറത്ത് ത്വലാഖിലെ 3-ാമത്തെ ആയത്ത് ധാരാളമായി ഓതി ദുആരെന്നാൽ അവർക്ക് മനസ്സമാധാനം കിട്ടുന്നതാണ്. അതുപോലെ എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷ നേടാൻ, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഈ സൂറത്ത് ത്വലാഖിലെ 7-ാമത്തെ ആയത്ത് വെള്ളിയാഴ്ച രാവ് 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ഓതിയതിന് ശേഷം ധാരാളമായി ഓതുക. അപ്പോൾ 100 പ്രാവശ്യം 7-ാമത്തെ ആയത്തല്ല ഓതേണ്ടത്, 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് 100 പ്രാവശ്യം ചൊല്ലിയിട്ട് സൂറത്ത് ത്വലാഖിലെ 7-ാമത്തെ ആയത്ത് കഴിയുന്നത്ര വർദ്ധിപ്പിക്കുക. എപ്പോഴും ചെയ്യേണ്ടത്? വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച രാത്രിയിൽ, വെള്ളിയാഴ്ച രാവിൽ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് സൂറത്ത് ത്വലാഖിലെ 7-ാമത്തെ ആയത്ത് ധാരാളമായി ഓതിയാൽ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. തൊട്ടടുത്ത സൂറത്ത് ഏതാ? സൂറത്തു തഹരീം. സൂറത്തു തഹരീമാണ്, കടങ്ങൾ വീടാൻ ഉപകരിക്കുന്ന സൂറത്താണ്. ഈ സൂറത്തിനെ അധികമായി ഓതി വന്നാൽ എല്ലാ കടത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്, എല്ലാ മാനസിക വിഷമങ്ങളും മാറുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മാനസികമാകുന്ന വേദനകളും വിഷമങ്ങളും ഒക്കെ മാറാനും കടങ്ങൾ വീടാനും സൂറത്തു തഹരീം ധാരാളമായി ഓതി ദുആരക്കുക എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തൊട്ടടുത്ത സൂറത്ത് ഏതാ? സൂറത്ത് തഹരീം കഴിഞ്ഞാൽ 67-ാമത്തെ സൂറത്ത് ഏതാണ്? നമ്മളൊക്കെ ഓതാറുള്ള സൂറത്ത് സൂറത്തുൽ മുൽക്കാണ്. സൂറത്തുൽ മുൽക്ക്, ഈ സൂറത്തിൽ മഹാന്മാർ പഠിപ്പിക്കുന്നു, ഈ സൂറത്തിൽ 30 വചനങ്ങളാണുള്ളത്, 333 വാക്കുകളും 1321 അക്ഷരങ്ങളുമുണ്ട് എന്ന് പ്രത്യേകിച്ച് ആ സൂറത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാൻ വേണ്ടി ഈ സൂറത്തുൽ മുൽക്കിനെ 41 പ്രാവശ്യം ഓതി ദുആരക്കുക. എല്ലാ ദിവസവും ഓതാനല്ല, ഒരു ദിവസം ഓതിയാൽ മതി. പിന്നെ എപ്പോഴെങ്കിലും പറ്റുന്ന ദിവസം ഉണ്ടെങ്കിൽ അന്നേരം ഓതുക. അങ്ങനെ വല്ലപ്പോഴുമെങ്കിലുമൊക്കെ ഒരു 41 പ്രാവശ്യം വീതം ഓതി ദുആരെന്നാൽ എല്ലാ പ്രയാസങ്ങളും മാറുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണേറ് മാറാൻ, കണ്ണേറിന് ശിഫയാകാൻ വേണ്ടി ഒരുപാട് അമലുകൾ ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ണേർ ശിഫയാകാൻ വേണ്ടി സൂറത്തുൽ മുൽക്കിലെ 1-ാമത്തെ ആയത്ത് മുതൽ 4-ാമത്തെ ആയത്ത് വരെ, 1 മുതൽ 4 വരെയുള്ള ആയത്തുകൾ ഇത് ഓതി മന്ത്രിക്കുക, അതുപോലെ എഴുതി ശരീരത്തിൽ കെട്ടുക, അതുപോലെ പിഞ്ഞാണം എഴുതി കുടിക്കുക. ഇതൊക്കെ ചെയ്താൽ കണ്ണേർ മാറുന്നതാണ്, കണ്ണേർ ശിഫയാകും. കണ്ണേർ വലിയ ഇതാണ്, സിഹിർ പോലെയാണ് കണ്ണേർ. കണ്ണേറടിച്ചാൽ മരണം വരെ സംഭവിക്കാം. അപ്പോൾ കണ്ണേർ ഏൽക്കാതിരിക്കാൻ, ഏറ്റ കണ്ണേർ മാറാൻ എന്താ ചെയ്യേണ്ടത്? സൂറത്തുൽ മുൽക്കിലെ ആദ്യത്തെ 4 ആയത്തുകൾ ഓതി മന്ത്രിക്കുക, അതുപോലെ തന്നെ എഴുതി ശരീരത്തിൽ കെട്ടുക, അതുപോലെ പിഞ്ഞാണം എഴുതിയിട്ട് മയച്ചു കുടിക്കുക. ഇതിലേത് ചെയ്താലും മതി. മന്ത്രിച്ച് ഓതുകയോ എഴുതി കെട്ടുകയോ പിഞ്ഞാണം എഴുതി കുടിക്കുകയോ എന്ത് ചെയ്താലും ഫലമാണ്, കണ്ണേർ സുഖപ്പെടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും പറയുന്നു സൂറത്തുൽ ഖലം. സൂറത്തുൽ മുൽക്ക് കഴിഞ്ഞാൽ സൂറത്തുൽ ഖലമാണ്, 68-ാമത്തെ സൂറത്താണ്. ഈ സൂറത്ത് കണ്ണേറിന് മറ്റെല്ലാ ഇടങ്ങേറുകൾ മാറാനും, കണ്ണേർ ശിഫയാകാനും മറ്റെല്ലാ ഇടങ്ങേറുകൾ മാറാനും ഉപകരിക്കുന്ന സൂറത്താണ് എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. മഹാന്മാർ പറയുന്നു സൂറത്തുൽ ഖലം കണ്ണേറിനും ആരെങ്കിലും ഇടങ്ങേറ് ചെയ്താൽ അത് മാറാൻ വേണ്ടിയുമൊക്കെ ആരെങ്കിലും ഇത് ഓതി മന്ത്രിച്ചാൽ അതിന് ഫലം കിട്ടുന്നതാണ്. സൂറത്തുൽ ഖലം ഓതിയിട്ട് മന്ത്രിക്കുക, എന്നാൽ കണ്ണേറും മാറും, എല്ലാ ഇടങ്ങേറുകളും മാറുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുകളും അതിലെ ആയത്തുകളും ഒക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, നിൻ്റെ കലാമായ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട്, ആ ഖുർആനിലെ സൂറത്തുകളുടെയും ആയത്തുകളുടെയും ഒക്കെ പ്രത്യേകതകൾ പറഞ്ഞതിൻ്റെ കാരണമായി ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പേര് പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരാണ്. അവരുടെയൊക്കെ ആവശ്യങ്ങൾ നീ അറിയുന്നവരാണ്.
എല്ലാ വിഷമങ്ങളും നീ അറിയുന്നവനാണ്. എല്ലാ വിഷമങ്ങളും നീ ദൂരീകരിക്കണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും നീ ദൂരീകരിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയി. എൻ്റെ പിതാവ് സാധുവായ ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. 1 വർഷം തികയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പിതാവിനും അതുപോലെ നഈം വിഷൻ കുടുംബങ്ങളിലെ സഹോദരന്മാർ, അവരുടെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ, അതുപോലെ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന സഹോദരന്മാർ, അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാം ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ തമ്പുരാനെ. അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരൊക്കെ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണം റഹ്മാനെ. മനുഷ്യ സഹജമായി വല്ല ന്യൂനതകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നീ പുറത്തു മാപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞാൻ എടുക്കുന്ന ഈ ക്ലാസ് അത് ആവശ്യമായ എഡിറ്റിങ്ങും മറ്റുമൊക്കെ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സൽമാൻ എന്ന സഹോദരൻ, അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന് നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ആ ചെറുപ്പക്കാരന് നീ ഖൈർ നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ ഈ ക്ലാസ്സുകളും പ്രസംഗങ്ങളും ഒക്കെ ആവശ്യമായ എഡിറ്റിങ്ങും ഒക്കെ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ സൽമാൻ എന്ന സഹോദരനും അതുപോലെ അമീൻ എന്ന സഹോദരനും, കാരാളിമുക്കിലുള്ള അമീൻ എന്ന സഹോദരനും അതുപോലെ മലപ്പുറം സ്വദേശിയായ സൽമാൻ എന്ന സഹോദരനും, അവർക്ക് 2 പേർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നീ നൽകണം റഹ്മാനെ. അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.